ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിൽ, അതായത് നമ്മളോട് സ്നേഹമാണ് എന്നൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഏറ്റവും നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കേസ് എന്താണ് എന്നുള്ളത് കൃത്യമായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. തീർച്ചയായും ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും ബിഹേവ് ചെയ്യുന്നത് ഇമോഷണലി മാനിപ്പുലേറ്റീവ് ആയിട്ടായിരിക്കും. അതായത് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കുന്നതും അതുപോലെ തന്നെ വളരെയധികം എൻകറേജ് ആയി സംസാരിക്കുന്നതും ഡ്രാമ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് അവരുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും, അവർക്കൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും. ആ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, അതായത് പല രീതിയിലുള്ള കുതന്ത്രങ്ങളൊക്കെ പറയാനും ചെയ്യാനും മറ്റുള്ള ആളുകളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താനും ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന എല്ലാ സൈൻസും ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലാണ് ഉറപ്പിക്കാൻ സാധിക്കുക. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവരെപ്പോഴും ബിസി ആയിരിക്കും എന്നുള്ളതിന് ഒരു പ്രധാന റീസൺ കൂടിയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റർ വരുമ്പോഴോ ആയിരിക്കും കൂടുതലായിട്ടും അവർ അവൈലബിൾ ആകാതിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്തു, ഇങ്ങനെ നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് മൊമെന്റിൽ അത് ക്യാൻസൽ ചെയ്യുന്നതോ, അതുപോലെ തന്നെ എപ്പോൾ കാണണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോഴും അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണ്, ബിസിയാണ് എന്നുള്ളതൊക്കെ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. കാരണം നിങ്ങളോടൊപ്പമുള്ള ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ അവരെപ്പോഴും ബിസിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് എക്സ്ക്യൂസ് കണ്ടെത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ഇനി മൂന്നാമത്തെ ഒരു സൈനാണ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുകയില്ല. അത് അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിലും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു ദിവസം വന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ വളരെയധികം സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്നു. പിന്നീട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ പിന്നീട് യാതൊരുവിധ അഡ്രസ്സും ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ മധുരമായി സംസാരിക്കുന്നു, ആ ആവശ്യം നിറവേറ്റി പോകുന്നു. പിന്നീട് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവരെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് ഒന്നും നിങ്ങൾക്ക് തരാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക ഇതും ഇങ്ങനെയുള്ള ആളുകളുടെ മറ്റൊരു സൈനാണ്. കാരണം അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ടും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. ഒരുപക്ഷെ നിങ്ങളായിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം അവരുടെ ഡീറ്റെയിൽസ് സ്വാഭാവികമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ബട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും കൃത്യമായ ഒരു ആൻസർ നൽകുന്നില്ല, മാത്രമല്ല എല്ലാം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി നിങ്ങളെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ മറ്റൊരു സൈൻ ഇതാണ്. നെക്സ്റ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് കാണാനിടയായാൽ, എസ്പെഷ്യലി അവരുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെയാണ് കാണാനിടയായാൽ, ഒരു പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ ഇടയിൽ പോലും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരു സ്വഭാവവും പബ്ലിക്കലി മറ്റൊരു സ്വഭാവവും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിൽ ഒരു പ്രത്യേക റീസൺ അവർ പറയുന്നില്ല. അതായത് എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ അവരിൽ നിന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതും അതിൻ്റെ ഒരു സൈനാണ്. അതായത് നിങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു സൈൻ. നെക്സ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ടോപ്പിക് അല്ലെങ്കിൽ
കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ മാരേജ് ഇങ്ങനെയുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരത്തിലേക്ക് വരുന്ന സമയത്ത് അതെല്ലാം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, മനഃപൂർവ്വം ആ ടോപ്പിക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഡെഫിനിഷൻ അവരെന്താണ് ആക്ച്വലി ആ റിലേഷൻഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സീരിയസ് ആണോ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇങ്ങനെ ഒന്നും കൃത്യമായി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്തേക്ക് അവർ ആ ഒരു ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉറപ്പ് നൽകാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത്. നെക്സ്റ്റ് വൺ, വളരെ സെൽഫ് സെൻട്രിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ സെൽഫിഷ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ മറ്റൊരു സൈൻ. കാരണം ഒരു റിലേഷൻഷിപ്പിൽ വളരെ 100% കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. പലപ്പോഴും വളരെ സെൽഫിഷായി ഇങ്ങനെയുള്ള ആളുകൾ പെരുമാറില്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ കംഫർട്ടിനനുസരിച്ച്, അവരുടെ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ടാണ് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള മറ്റൊരു സൈൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വളരെയധികം സെൽഫ് സെൻട്രിക്കായി അല്ലെങ്കിൽ അവരുടെ കാര്യം മാത്രം അവർക്ക് മാത്രം പ്രയോറിറ്റി നൽകി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്. ഫൈനലി, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം മാത്രമാണെങ്കിൽ, അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു കാര്യത്തിനാണ് നിങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരെപ്പോഴും നിങ്ങളുമായിട്ടൊരു കോൺവെർസേഷന് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആവശ്യം നിറവേറ്റാനാണ് എന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അവർ ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത്രയും നേരത്തെ പറഞ്ഞ ഇത്രയും സയൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ ആ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഒരു ഉദ്ദേശം, ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും, ആ ഇന്റൻഷൻ നിറവേറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളതെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നടന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് അവർ എപ്പോൾ വേണമെങ്കിലും ലീവ് ചെയ്യാം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ വളരെ ഹോണസ്റ്റായി അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളെ ഒരാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് എത്രയും നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ തന്നെ നമുക്ക് നമ്മളെ സ്വയം സേവ് ചെയ്യാൻ സാധിക്കും. എനിവേസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്